വലിയ പറമ്പ് ഇടയിലേക്കാട് കാവിലെ വാനരക്കൂട്ടത്തിന് ഇത്തവണയും പതിറ്റാണ്ടുകളുടെ പാരമ്പര്യം തെറ്റിക്കാതെ സമൃദ്ധമായ ഓണസദ്യ. ഇടയിലേക്കാട് നവോദയ ഗ്രന്ഥാലയം ബാലവേദി പ്രവർത്തകരുടെ നേതൃത്വത്തിലാണ് കുട്ടിക്കുരങ്ങന്മാർ മുതൽ പ്രായമേറിയവരും ഉൾപ്പെടെയുള്ള 20ഓളം വാനരന്മാർക്കായി ഈ മനോഹരമായ വിരുന്നൊരുക്കിയത്. 19ാം വർഷത്തിലേക്ക് കടക്കുന്ന വാനരസദ്യയിൽ ഇത്തവണ 19 വ്യത്യസ്ത വിഭവങ്ങളാണ് വിളമ്പിയത്. ചലച്ചിത്ര താരം പി കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ സദ്യയ്ക്ക് താരപ്പൊലിമ പകർന്നു. 2 പതിറ്റാണ്ടോളം മുറതെറ്റാതെ വാനരന്മാർക്ക് ചോറൂട്ടിയ ചാലിൽ മാണിക്കമ്മയുടെ വീട്ടിൽ വെച്ചാണ് സദ്യക്കുള്ള പഴങ്ങളും പച്ചക്കറികളും ഒരുക്കിയത്. തുടർന്ന് ഓണപ്പാട്ടുകൾ പാടി കുട്ടികളും മുതിർന്നവരും വിഭവങ്ങൾ കയ്യിലേന്തി ഘോഷയാത്രയായാണ് ഇടയിലേക്കാട് കാവിലെത്തിയത്. ചോറിന് പുറമെ ചക്ക, ക്യാരറ്റ്, പപ്പായ, തക്കാളി, ബീട്രൂട്ട്, കക്കിരി, വെള്ളരി, മാതളം, പേരക്ക, സപ്പോട്ട, നെല്ലിക്ക തുടങ്ങി 19ഓളം വിഭവങ്ങളാണ് വാനരന്മാർക്കായി മുറിച്ച് വിളമ്പിയത്. ഹരിത പെരുമാറ്റച്ചട്ടം പാലിച്ച് സ്റ്റീൽ ഗ്ലാസ്സിലാണ് വാനരന്മാർക്ക് വെള്ളം നൽകിയത്. പഴങ്ങളും പച്ചക്കറികളും ആവോളം കഴിച്ച് വയറു നിറഞ്ഞ് ആഹ്ലാദത്തോടെ വാനരക്കൂട്ടം മടങ്ങി. ഈ വർഷം അത് 19ാം വർഷത്തിലേക്ക് കടക്കുകയാണ്. ഇടയിലേക്കാട് കാവിൽ 30ഓളം കുരങ്ങുകളുണ്ട്. ഈ കുരങ്ങുകളുടെ ഭക്ഷണ ശീലം അതിൻ്റേതായിട്ടുള്ള ചില പ്രയാസങ്ങൾ കൊണ്ട് പലതരത്തിലുള്ള ഭക്ഷണങ്ങൾ ഈ കുരങ്ങൾക്ക് ആളുകൾ നൽകി വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പ്രജനന ശേഷി നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പശ്ചാത്തലം കൂടി ഈ വാനര സദ്യക്കുണ്ട്. വാനരന്മാരാദ്യം ഒന്ന് അല്പം മടിച്ച് നിന്നെങ്കിലും എല്ലാ വാനരന്മാരും എത്തിയില്ലെങ്കിലും വലിയ ആഘോഷപൂർവ്വം ഈ വാനര സദ്യ ഇന്നിവിടെ നടന്നിട്ടുണ്ട്. 19 വിഭവങ്ങളാണ് പഴങ്ങളും പച്ചക്കറികളുമായിട്ട് ഇന്നിവിടെ വിളമ്പിയിട്ടുള്ളത്. ഇടയിലേക്കാട് നവോദയ ഗ്രന്ഥാലയം സംഘടിപ്പിച്ച ചടങ്ങിൽ വലിയ പറമ്പ് ഗ്രാമപഞ്ചായത്ത് അംഗവും ബാലവേദി കൺവീനറുമായ എം ബാബു, ലൈബ്രറി കൗൺസിൽ ജില്ലാ സെക്രട്ടറി ഡോക്ടർ വി പ്രഭാകരൻ, ഹോസ്ദുർഗ് താലൂക്ക് പ്രസിഡന്റ് സുനിൽ പട്ടേന, സെക്രട്ടറി പി വേണുഗോപാലൻ, ജോയിന്റ് സെക്രട്ടറി പി വി ദിനേശൻ, സിനിമാ നടൻ കെ യു മനോജ്, ഉദുനൂർ പത്മനാഭൻ വെളിച്ചപ്പാടൻ, ഗ്രാമപഞ്ചായത്ത് അംഗം കെ സുലോചന, ഗ്രന്ഥാലയം പ്രസിഡന്റ് കെ സത്യവർദ്ധൻ, ഗ്രന്ഥാലയം സെക്രട്ടറി വി കെ കരുണാകരൻ, പരിസ്ഥിതി പ്രവർത്തകരായ ആനന്ദ് പേക്കടം, കെ വി കൃഷ്ണപ്രസാദ് വൈദ്യർ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ.